ജമീല മാലാകമാരെ കേരളത്തിൽ നിന്ന് ഓസ്ട്രേലിയക്ക് അയക്കാനുള്ള ഒരു വലിയൊരു ഉത്തരവാദിത്തം ഗോഡ്സ് ഓൺ ഏറ്റെടുക്കുന്നു. ഇതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ഒരു ജർമ്മൻ ലാംഗ്വേജിലൊക്കെ ഈ ഒരു B1 ലെവലിലേക്കൊക്കെ പഠിച്ച് ഇങ്ങനെ ഒരു ഉയരത്തിലേക്ക് എത്തുവാൻ കഴിഞ്ഞതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ പുതിയൊരു രാജ്യത്ത്, പുതിയൊരു കൺട്രിയിൽ നിങ്ങളുടെ നഴ്സിംഗ് പ്രൊഫഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണ്. വളരെ സന്തോഷം, വളരെ അഭിമാനം ഈ നിമിഷം. നല്ലൊരു ജീവിതം സ്വപ്നം കണ്ട് ഇന്ന് ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന നമ്മുടെ 25 നഴ്സുമാർക്കും ഓൾ ദി ബെസ്റ്റ്. ഫൈനലി നമ്മളത് വിൻ ചെയ്തിരിക്കുന്നു. Поздравляю всех, кто успешно получил визу на обучение в Австралии. നിങ്ങൾ പോകുന്നത് നിങ്ങളുടെ ഫാമിലിയുടെ പ്രതിനിധിയായിട്ടല്ല, കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ പ്രതിനിധികളായിട്ടാണ്. അപ്പം നിങ്ങളിലൂടെയാണ് അവർ നമ്മുടെ രാജ്യത്തിനെ വിലയിരുത്തുന്നത്. ഈ ഒരു അവസരം എന്ന് പറഞ്ഞാൽ എനിക്ക് ലക്കാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ ലൈഫിൽ കിട്ടുമെന്ന്. അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത എൻ്റെ ഫാമിലി, അതുപോലെ തന്നെ ഗോഡ്സ് ഓൺ കാമേ, എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി. നല്ല ഡിസിപ്ലിനുള്ള ഒരു സ്ഥാപനമാണ്. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്, അവിടുത്തെ ഒരു അന്തരീക്ഷം തന്നെ കണ്ടു കഴിഞ്ഞാൽ എല്ലാ വിധത്തിലും നല്ലൊരു ചിട്ടയായിട്ട് പോകുന്ന ഒരു സ്ഥാപനമാണ്. മിസ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, പേടിക്കണ്ട രക്ഷപ്പെടുത്താന്ന്. അതിപ്പോൾ ഇവിടെ നിറവേറിയിരിക്കുകയാണ്. മുസ്തഫ സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും കുറേ ഡൗട്ടായിട്ടായിരിക്കും സാറിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നത്. ഇറങ്ങി വരുമ്പം ഞങ്ങളൊരു സ്മൈലോട് കൂടിയായിട്ടായിരിക്കും എപ്പോഴും വരുന്നത്. ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച മൊമെൻ്റ് ആയതുകൊണ്ട് ഈ ഒരു മൊമെൻറ്റിൽ എന്ത് പറഞ്ഞാലും ഒത്തിരി ഒച്ചയിടറും. ഞങ്ങൾക്ക് 25 പേർക്കും അറിയാം, വിത്ത് ഫാമിലി. നല്ല വിശ്വാസത്തോടു കൂടി കൊച്ചെപ്പോഴും പറയാറുള്ള കാര്യം, അമ്മ നമ്മൾ രക്ഷപ്പെടും. ഇത് കയറി അപ്പം വരുന്നോട്ട് പറയും, നല്ല ഇതമ്മ നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഇതാന്ന് പറയും. ഇവരുടെ വർക്ക്സ് എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. ഇൻ്റർവ്യൂ ആയാലും എല്ലാം നമ്മെ ഇൻഫോം ചെയ്ത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള വർക്ക് ഒത്തിരി എനിക്ക് ഇഷ്ടപ്പെട്ടു. ജനുവരിയിലാണ് ഞാൻ ഗോഡ്സ് ഓണിൽ വന്ന് ജോയിൻ ചെയ്തത്. ഇത്രയും നാളിനുള്ളിൽ തന്നെ സംഭവം ക്ലിയർ ചെയ്ത് പോകാൻ പറ്റിയതിന് ഒരുപാട് നന്ദിയുണ്ട്. ആൻസി മിസ്, സുമിഷ മിസ്, അവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എന്ത് കാര്യത്തിനും ഫുൾ ക്ലാരിറ്റി ആയിട്ട് ഞങ്ങൾക്ക് എല്ലാം ക്ലിയർ ചെയ്ത് തരും. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, അത്രയ്ക്കും ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം ഈ നെഗറ്റീവ്സ് പറഞ്ഞവരുടെ അടുത്തൊക്കെ ഇപ്പോൾ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ ഡിസംബറിലാണ് ഗോഡ്സ് ഓണിൽ ജോയിൻ ചെയ്തത്. പെട്ടെന്നുള്ളൊരു ജോയിനിങ്ങും ബേസി മാമിൻ്റെ ഇൻ്റർവ്യൂ തൊട്ടുള്ളൊരു സപ്പോർട്ടാണ് ഇപ്പോൾ ഇന്ന് ഇവിടം വരെ. സാധാരണക്കാരായ ഒരു കുടുംബത്തിന് വിശ്വാസത്തോടെ ഒരു കുട്ടിയെ ഇവിടെ വിടാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പേരിനൊരു മീനിങ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം ഒരു ഗോഡ്സ് ഓൺ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മേഖല എന്നാണ്. അപ്പോൾ ഈ ഗോഡ്സ് ഓണിൻ്റെയും കാമിൻ്റെയും ഈ ഒരു കൂട്ടുകെട്ടിങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് ഫാമിലീസ് രക്ഷപ്പെടും. ഞാൻ ഫസ്റ്റ് തന്നെ ഗോഡ്സ് ഓണിൽ വന്നപ്പോൾ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു അവരുടെ സർവീസിൽ. ബിക്കോസ് ഐ തിങ്ക് ഐ ജസ്റ്റ് ഫിനിഷ് അറൗണ്ട് 10 years ഇൻ ദ ഹോസ്റ്റൽ ലൈഫ്. അതിൽ ഗോഡ്സ് ഓണിൽ എസ്പെഷ്യലി അവരുടെ ഫുഡ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ ഫാക്കൽറ്റീസ് ഞങ്ങളെ രാപ്പകലില്ലാതെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ തന്നെ മെൻ്റലി പറയുമായിരുന്നു, സാറിന് വേറെ പണിയൊന്നുമില്ലേ. ഒരു ദിവസം ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ മെസ്സേജ് വരുമായിരുന്നു. അപ്പം ഞാൻ വിളിച്ചു ചോദിക്കും എന്തുകൊണ്ട് പോയില്ല. അങ്ങനെ ഒരു നമ്മുടെ ഫാമിലിയായിട്ട് ഗോഡ്സ് ഓൺ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നു. ഗോഡ്സ് ഓണിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷനാണ് ഇവരുടെ. ഞാനൊരു 1 year ആയി ഈ ജേണി തുടങ്ങിയിട്ട് ജർമ്മൻ പഠിക്കാൻ. എൻ്റെ കൂട്ടത്തിൽ ജിഷയും ഉണ്ടായിരുന്നു. ഞങ്ങൾ സമീപിക്കാത്ത ഏജൻസികളില്ല. അതേ കൂട്ട് ഏത് ഇൻ്റർവ്യൂ വന്നാലും ഞങ്ങൾ ചാടിക്കയറി അത് അറ്റൻഡ് ചെയ്യുകയും, പക്ഷേ ഇതുവരെ ഒന്നിലും ഫിക്സായിട്ട് ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഫൈനലി വി റീച്ച്ഡ് ഗോഡ്സ് ഓൺ. ഇവിടെ ഇരിക്കുന്ന പലർക്കും ഇതൊരു പുതിയ പ്രതീക്ഷയോടെ കണ്ട ഒരു പ്രോഗ്രാമാണ്. എന്നാൽ ഇതിൽ കുറച്ച് ആൾക്കാർ പ്രതീക്ഷയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇതിലേക്ക് വന്നുപെട്ട് പുതിയൊരു ലൈഫ് കിട്ടിയ ഒരു മൊമെൻ്റാണിത്. ഞങ്ങൾ ഏകദേശം കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും വിശ്വാസമല്ലായിരുന്നു. അപ്പോൾ ശ്രീഷ്മി ചേച്ചി വിളിച്ച് ചോദിച്ചപ്പം
സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്ക് ഇതോട്ട് മുമ്പോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിത് ഇവിടം വരെ എത്തി. താങ്ക്സ് ഗോഡ്സ് ഓൺ ആൻഡ് കാമിങ്.